So welcome to the next section. Line notation മെത്തേഡിൽ നമ്മൾ 11 ക്വസ്റ്റ്യൻസുകൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 12th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് രണ്ട് പ്രോബ്ലംസുകൾ സിമിലർ ആയിട്ടുള്ള, അതായത് നമ്മുടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്രൊജക്റ്റൈൽസ് എക്സ് തന്നിട്ടുള്ള പ്രോബ്ലംസുകളാണ് ചെയ്തത് ലൈൻ നോട്ടേഷൻ മെത്തേഡിൽ. അതിൽ 2 എണ്ണം ചെയ്തിരുന്നു. സോ അതേ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ ശകലം വേരിയേഷൻ ഉള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ 12th ക്വസ്റ്റ്യൻ. The end projectiles of line AB is 60 mm apart. സിമിലർ, നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനുമായിട്ടെല്ലാം ഡേറ്റ എല്ലാം സിമിലർ ആണ്, ശകലം വ്യത്യാസം മാത്രമേ ഉള്ളൂ. So end projectiles of line AB is 60 mm apart. Then point A is 15 mm behind VP and 60 mm below HP. The end B is 70 mm above HP and 30 mm in front of VP. Draw the projection of AB and find apparent angle of inclination and also comment the position of line in space. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 പ്രോബ്ലത്തിൽ നമ്മൾ പൊസിഷൻ കമൻറ്റ് ചെയ്തിട്ടില്ലായിരുന്നു, ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പൊസിഷൻ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. കാരണം അത് എല്ലാ വീഡിയോയിലും അത് പറയണ്ട, ഒരു പ്രോബ്ലത്തിൻ്റെ അകത്ത് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അത് തന്നെ ആയിരിക്കും ബാക്കി എല്ലാ പ്രോബ്ലത്തിലും ആ മെത്തേഡ് അനുസരിച്ച് പൊസിഷൻ കമൻറ്റ് ചെയ്യാനായിട്ട്. Then draw the projection of line AB and find apparent angles of inclination and true angles, then പൊസിഷൻ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഏകദേശം സിമിലർ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് സിമിലർ ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലൈനിൻ്റെ പേരെന്ന് പറയുന്നത് ഇറ്റ്സ് AB എന്നാണ് ലൈനിൻ്റെ പേര്. ദെൻ എക്സ് തന്നിട്ടുണ്ട്. ദി എൻ പ്രൊജക്റ്റേഴ്സ് ഓഫ് ലൈൻ AB is 60 mm apart. So x is given, that is equal to 60. Then point A the position is given ആണ്. Point A is the 15 mm behind VP and 60 mm below HP. So point A given ആണ്. Point A. So point A is 15 mm behind VP എന്നാണ്. So behind VP. So ഇങ്ങോട്ട് ആരോ മാർക്ക് നൊട്ടേഷൻ കൊടുക്കുന്നു. 15 mm behind VP. Point A is 15 mm behind VP and 60 mm below HP. 60 mm below HP എന്നാണ് പോയിന്റ് എയുടെ പൊസിഷൻ. ദെൻ ബിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ദി എൻഡ് ബി ഈസ് 70 mm above HP. നേരത്തെയുള്ള ക്വസ്റ്റ്യൻസിലുള്ള അതേ വാല്യൂ ഒക്കെ തന്നെയാണ്. എൻഡ് ബി ഈസ് 70 mm above HP, 70 mm above HP and 30 mm in front of VP. 30 mm in front of VP എന്നാണ്. സോ പ്രൊജക്ഷൻ വരയ്ക്കുക, ആംഗിൾസുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ട്രേസ് വരയ്ക്കുക, ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. നമ്മൾ പൊസിഷൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് 2 ക്വസ്റ്റ്യനിൽ വീഡിയോസിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്തില്ല, പറയാമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. എങ്ങനെയാണ് പൊസിഷൻ കമൻറ്റ് ചെയ്യുക, എല്ലാം ഒന്ന് തന്നെ. ഈ പോയിൻറ്റിൻ്റെ വെച്ചിട്ട് നമ്മൾ ഏത് ക്വാർട്ടറിലാണെന്ന് സ്പെസിഫൈ ചെയ്യുന്നതാണ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈൻ നൊട്ടേഷൻ മെത്തേഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. സോ സ്റ്റാർട്ട് ചെയ്യുന്നത് XY ലൈൻ വരച്ച് വേണം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, XY ലൈൻ വരയ്ക്കുകയാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് XY ലൈൻ വരച്ചു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, പോയിന്റ് എയുടെ പ്രൊജക്ടർ ലൈൻ വരയ്ക്കണം. സോ പോയിന്റ് എ വരയ്ക്കാൻ പോവാണ്. സോ A' പ്രൊജക്ടർ ലൈൻ വരയ്ക്കുന്നു. A' പോയിന്റ് എയുടെ പ്രൊജക്ടർ ലൈൻ വരച്ചു. ഞാൻ പോയിന്റ് എ നോക്കി. പോയിന്റ് എ ഈസ് 15 mm ബിഹൈൻഡ് VP. സോ എ എന്ന് പറയുന്നത് ബിഹൈൻഡ് VP ആണ്. സോ എബോ XY ലൈൻ വരയ്ക്കണം. ദെൻ 60 mm ബിലോ HP. സോ A' എന്ന് പറയുന്നത് 60 mm ബിലോ XY ലൈൻ ആയിരിക്കും. ബിഹൈൻഡ് VP, എബോ XY ലൈൻ ആണ്. സോ 15 mm സോ സ്കെയിൽ വെക്കുന്നു. 15 mm ബിഹൈൻഡും 60 ബിലോ. സോ 15 mm ബിഹൈൻഡ്. സോ 15 mm ബിഹൈൻഡ്. Now 60. 60. സോ നമുക്ക് പോയിന്റ് കിട്ടി. സോ ദിസ് പോയിന്റ് ഈസ് 15 mm behind VP. This point is point A and this is point A'. സോ നമുക്ക് A' XY താഴെയും A പോയിന്റ് എന്ന് പറയുന്നത് മുകളിലുമായിട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ലോക്കസ് ലൈൻ വരയ്ക്കുക.
ലോക്കസ് ലൈൻ വരച്ചു. സോ രണ്ട് ലോക്കസ് ലൈനുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ ദിസ് ഈസ് ലോക്കസ് ഓഫ് എ ഡാഷ്, ദിസ് ഈസ് ലോക്കസ് ഓഫ് എ. എക്സ് വൈ ലൈനിൻ്റെ പേര് കൊടുക്കണം. ലാസ്റ്റിൽ കൊടുക്കുന്ന ഓരോ ട്രേസ് ഒക്കെ വരുന്ന അനുസരിച്ച് പേര് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എക്സ് വൈ ലൈൻ ആദ്യമേ പേര് കൊടുക്കാത്തത്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരുന്നോ. സോ ഞാൻ നെക്സ്റ്റ് എന്താണ്, എക്സ് ഉണ്ട്. സോ എക്സ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്രൊജക്റ്റീവ്സ് ഉണ്ട്. സോ ഞാൻ എക്സ് വൈ ലൈനിൽ എക്സ് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് 60 ആണ്. സോ 60 മാർക്ക് ചെയ്തു. സോ ബിയുടെ പ്രൊജക്റ്റഡ് ലൈൻ വരയ്ക്കുന്നു. നോക്കി, ബിയുടെ പ്രൊജക്റ്റഡ് ലൈൻ, പോയിന്റ് ബിയുടെ പ്രൊജക്റ്റഡ് ലൈനാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. സോ അഗെയിൻ എക്സ് വൈ ലൈനിൽ നിന്നാണ് മാറിപ്പോവരുത്. സോ ബിയുടെ പ്രൊജക്റ്റഡ് ലൈൻ വരച്ചു. നൗ ബി പ്ലോട്ട് ചെയ്യാൻ പോകണം. നോക്കി, 70 mm above HP. ദാറ്റ് മീൻസ് ബി ഡാഷ് ഈസ് 70 mm above എക്സ് വൈ ലൈൻ, 30 mm in front of VP. So B is in front of VP below XY line. So above 70. So XY line above 70 mark ചെയ്താൽ B dash കിട്ടും. Then 30 mark ചെയ്താൽ നമുക്ക് B കിട്ടും. So point, this is point B and this is point B dash. So നോക്കിയേ, A dash ഇവിടെ, B dash ഇവിടെ. ഫ്രണ്ട് വ്യൂ ഇങ്ങനെയായിരിക്കും, എ ബി ടോപ്പ് വ്യൂ ഇങ്ങനെയായിരിക്കും വരയ്ക്കാം. സോ നമ്മുടെ ഫൈനൽ പ്രൊജക്ഷൻ വരയ്ക്കുകയാണ്. എ ബി ടോപ്പ് വ്യൂ, ഡാർക്ക് ലൈൻ. സോ എ ബി ടോപ്പ് വ്യൂ നമ്മുടെ ഡാർക്ക് ലൈൻ വരച്ചു. ദിസ് ഈസ് ടോപ്പ് വ്യൂ. ദെൻ ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നത് എ ഡാഷ് ബി ഡാഷ് ഫ്രണ്ട് വ്യൂ. സോ ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ്. സോ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് കിട്ടി, പ്രൊജക്ഷൻ കിട്ടി. ഡ്രോ ദി പ്രൊജക്ഷൻ എന്നുള്ളെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നർത്ഥം. ഇനി നമുക്ക് എന്ത് വേണം, തീറ്റയും ഫൈയും ഫൈൻഡ് ഔട്ട് ചെയ്യണം, ട്രൂ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ഈ ആംഗിൾസുകൾ എഴുതാമല്ലോ. എ ഡാഷ് ബി ഡാഷ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ദിസ് ആംഗിൾ ഈസ് ഏതാണ്, എ ഡാഷ് ബി ഡാഷ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഈസ് ആൽഫ. സോ ദിസ് ആംഗിൾ ഈസ് ആൽഫ. So inclination, apparent inclination with HP കിട്ടി. Now AB make an angle, ഹൊറിസോണ്ടലുമായിട്ട് AB make an angle, this is beta. So ബീറ്റയും കിട്ടി, ആൽഫ ആൻഡ് ബീറ്റ കിട്ടി. ഇനി നമുക്ക് ലൈൻ റൊട്ടേഷൻ മെത്തേഡ് വെച്ച് ഇതിനെ ഫോളോ അപ്പ് ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എ ബിയെ റൊട്ടേറ്റ് ചെയ്യുന്നു. പോയിന്റ് എ ബി നോക്കി, ഇതാണ് എ ബി. എയുടെ ലോക്കസിലോട്ട് റൊട്ടേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് B1. സോ ഞാൻ എ ഫിക്സ് ചെയ്യുന്നു, പോയിന്റ് എ ഫിക്സ് ചെയ്തു. എ ടു ബി ഡിസ്റ്റൻസ് കോമ്പസ് എടുത്തു. ബിയുടെ ലോക്കസിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു, സോറി എയുടെ ലോക്കസിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. സോ ദിസ് പോയിന്റ് ഈസ്, ബിയെ റൊട്ടേറ്റ് ചെയ്താൽ കിട്ടുന്ന പോയിന്റ് B1. ദിസ് B1. നമ്മളിവിടെ ഒരു കാര്യം വിട്ടുപോയി, എന്താണ്, ലോക്കസ് ലൈൻ വരച്ചില്ല. സോ ബിയുടെ ലോക്കസ് ലൈൻ വരയ്ക്കുക. ലോക്കസ് ഓഫ് ബി, അതുപോലെ തന്നെ ബി ഡാഷിൻ്റെയും ലോക്കസ് ലൈൻ വരച്ചേക്കും. സോ ദിസ് ഈസ് ലോക്കസ് ഓഫ് ബി, ദിസ് ഈസ് ലോക്കസ് ഓഫ് ബി ഡാഷ്. സോ B1 കിട്ടി, നമുക്ക് ബിയെ റൊട്ടേറ്റ് ചെയ്തു, B1 കിട്ടി. അവിടെ നിന്ന് എന്ത് ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്യുക ഇവിടെ വരെ, ലോക്കസ് ഓഫ് ബി ഡാഷ് വരെ. സോ ലോക്കസ് ഓഫ് ബി ഡാഷ് ഇതാണ്. സോ ഇവിടെ നമുക്ക് നേരെ വെർട്ടിക്കലി മേലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ലോക്കസ് ഓഫ് ബി ഡാഷ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുക. സോ ദിസ് പോയിന്റ് ഈസ്, ഇതാണ് B1ൻ്റെ ഫ്രണ്ട് വ്യൂ, B1 ഡാഷ്. സോ B1 ഡാഷ് കിട്ടി, B1 ഡാഷ്. സോ B1 ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരയ്ക്കാം, എ ഡാഷ് B1 ഡാഷ്, നമ്മുടെ ട്രൂ ലെങ്ത് കിട്ടും, ട്രൂ ലെങ്ത് ലൈൻ കിട്ടും. അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയുമായിരിക്കും. സോ എ ഡാഷ് B1 ഡാഷ്.
സോ സ്കെയിലിന് കഷ്ടിച്ച് നമുക്ക് ലെങ്ത് കിട്ടും അല്ലേ, വലിയ സ്കെയിൽ യൂസ് ചെയ്യണം. സോ എ ഡാഷ് ബി വൺ ഡാഷ് എ ഡാഷ് ബി വൺ ഡാഷ് ലൈൻ വരച്ചു. സോ അത് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ദീസ് ആംഗിൾ. എ ഡാഷ് ബി വൺ ഡാഷ് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. സോ ഈ ലെങ്ത് ആയിരിക്കും എന്ത്, ട്രൂ ലെങ്ത് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമ്മൾ എ ബി ആണ് റൊട്ടേറ്റ് ചെയ്ത്, ഇനി നമുക്ക് എന്ത് ചെയ്യണം, എ ഡാഷ് ബി ഡാഷിനെ റൊട്ടേറ്റ് ചെയ്യണം. സോ എ ഡാഷ് ബി ഡാഷിനെ എ ഡാഷിൻ്റെ ലോക്കസിലോട്ട് കൊണ്ടുവന്നാൽ ബി ടു ഡാഷ് കിട്ടും. സോ സെയിം തന്നെ ചെയ്യാൻ പോവാണ്. പക്ഷെ നിങ്ങൾ കോമ്പസൈൽ എടുത്താൽ ചിലപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് കോമ്പസൈൽ ചിലപ്പം എടുക്കാൻ ബുദ്ധിമുട്ട് കാണും. ഈ കോമ്പസൈൽ അത് എടുക്കാൻ ഇച്ചിരി പാടാണ് കോമ്പസൈൽ എടുക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്താലും മതി, കോമ്പസ് വെച്ച് കയറി വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ ഞാൻ കോമ്പസ് വെച്ച് വരയ്ക്കുകയാണ്. എ ഡാഷ് സെൻറ്റർ ആക്കി എ ഡാഷ് ബി ഡാഷിനെ റൊട്ടേറ്റ് ചെയ്യാണ്. നോക്കി, എ ഡാഷിൻ്റെ ലോക്കസ് വലിയൊരു കർവാണ് നമുക്ക് വന്നത്. ക്ലിയർ ആണോ? അപ്പം ഞാൻ വരച്ച കർവ് ഏതാണ്, എ ഡാഷ് ബി ഡാഷ്. ഈ ബി ഡാഷിനെ റൊട്ടേറ്റ് ചെയ്ത് എ ഡാഷിൻ്റെ ലോക്കസിലോട്ട് വന്നു. ഇവിടെ അത് എക്സ് വൈ ലൈന് മേളിലാണെങ്കിൽ ഇവിടെ വരാൻ കാര്യം എന്താ, ഇവിടെ എ ഡാഷ് താഴെയാണ്, എ ഡാഷ് ബി ഡാഷ് ഇത്രയും വലിയ ലൈൻ, ഈ ലൈൻ ആണ് ഇത്. സോ റൊട്ടേറ്റ് ചെയ്തു. ഇനി ബി ടു ഡാഷ് കിട്ടി. സോ ഈ കിട്ടിയ പോയിന്റ് ഏതാണ്, ബി ടു ഡാഷ്. ദിസ് പോയിന്റ് എന്ന് പറയുന്നത് ബി ടു ഡാഷ്. സോ ബി ടു ഡാഷ് കിട്ടി. ബി ടു ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഏത് ലോക്കസ് വരെ, ലോക്കസ് ഓഫ് ബി വരെ എക്സ്റ്റെൻഡ് ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ലോക്കസ് ഓഫ് ബി എന്ന് പറഞ്ഞത് ഇതാ, ലോക്കസ് ഓഫ് ബി. ഞാൻ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ ലോക്കസ് ഓഫ് ബി. സോ ഇവിടെ വന്ന് ആ ലോക്കസ് ഓഫ് ബി വരെ എക്സ്റ്റെൻഡ്. നോക്കിയാൽ ബി ടു ഡാഷിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തത് ലോക്കസ് ഓഫ് ബി. സോ ബി ടു ഡാഷിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ലോക്കസ് ഓഫ് ബി, ഈ ലൈൻ വരെ. സോ ഇവിടെ നിന്ന് നേരെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. ക്ലിയർ ആണോ? ഇവിടെ നിന്ന് കർവ് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നു, ദെൻ ഇവിടെ നിന്ന് നേരെ മേലോട്ട്. ഒന്ന് ആരന്മാർക്ക് കാണിച്ചു തന്നേ ഉള്ളൂ എങ്ങനെയാണ് ആ റൊട്ടേഷൻ വന്നതെന്നറിയാം. സോ ദിസ് പോയിന്റ് ഈസ് ഏതാണ്, ബി ടു. സോ നമുക്ക് എന്ത് കിട്ടി, ബി ടു പോയിന്റ് കിട്ടി. സോ എ ബി ടു കണക്ട് ചെയ്താൽ ട്രൂ ലെങ്ത് ലൈനും നമുക്ക് ഫൈയും കിട്ടും. സോ എ ബി ടു കണക്ട് ചെയ്യാൻ പോവാണ്. പോയിന്റ് എ ബി ടു. സോ എ ബി ടു ഞാൻ കണക്ട് ചെയ്യുന്നു. എ ബി ടു കണക്ട് ചെയ്തു. സോ എ ബി ടു എന്ന് പറയുന്നത് നമ്മുടെ ട്രൂ ലെങ്ത് ലൈൻ ആയിരിക്കും. അതിനകത്ത് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് നമ്മുടെ ഇൻക്ലിനേഷൻ വിത്ത് വി പി 5 എന്ന് പറയുന്ന ആംഗിൾ. ക്ലിയർ ആണോ? സോ ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രൂ ലെങ്ത് ലൈൻ ആയിരിക്കും. സെയിം തന്നെയാണ് ഇതും നമ്മുടെ ട്രൂ ലെങ്ത് ലൈൻ ആയിരിക്കും, ടി എൽ, ട്രൂ ലെങ്ത് ലൈൻ. ഇനി നമുക്ക് ഇതിനകത്ത് ട്രേസ് വരയ്ക്കണം. ഓൾമോസ്റ്റ് നമ്മുടെ ഫിഗർ കംപ്ലീറ്റഡ് ആയി, പ്രൊജക്ഷൻ കഴിഞ്ഞു. നമുക്ക് ഇവിടെ തീറ്റ, ഫൈ, ആൽഫ, ബീറ്റ എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യാം. ട്രൂ ലെങ്ത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എ ഡാഷ് ബി ഡാഷിൻ്റെ എ ബിയുടെ ലെങ്ത് കിട്ടും. നൗ ട്രേസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. ഈ ട്രേസ് ഒക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ട്രേസ് വരച്ചാൽ മതി. ചില ക്വസ്റ്റ്യൻസിൽ ട്രേസ് ചോദിക്കില്ല, പകരം ആംഗിൾസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രൊജക്ഷൻ വരച്ച് കഴിഞ്ഞാൽ എല്ലാ ആംഗിൾസും എല്ലാ ലെങ്ത്തും നിങ്ങൾ മെഷർ ചെയ്ത് എഴുതുക. ട്രേസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അതിന് വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്താൽ മതി ട്രേസ് വരയ്ക്കാനായിട്ട്. ഓക്കെ, സോ ഇവിടെ ട്രേസ് വരയ്ക്കാൻ പോവാണ്. സോ സ്റ്റെപ്സ് എന്തായിരുന്നു, സ്റ്റെപ്സ് വീണ്ടും എഴുതുന്നു. എച്ച് ടി കിട്ടാൻ എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു എക്സ് വൈ ലൈൻ വരെ. എച്ച് ഡാഷ് എന്ന പേര് കൊടുക്കുന്നു, അവിടെ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു, അതിലോട്ട് എ ബി എക്സ്റ്റെൻഡ് ചെയ്യാം. സോ എ ഡാഷ് ബി ഡാഷ് ലൈൻ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ എ ഡാഷ് ബി ഡാഷ് ഫ്രണ്ട് വ്യൂ ലൈൻ ഓൾറെഡി എക്സ് വൈ ലൈനെ, സോ മറന്നു പോയത് ഇത് നമ്മുടെ എക്സ് വൈ ലൈൻ ആണ്, എക്സ് വൈ ലൈൻ. സോ എക്സ് വൈ ലൈനെ കട്ട് ചെയ്തിട്ടുണ്ട്, ഇത് ഓൾറെഡി ഇത് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, ദിസ് പോയിന്റ്. സോ ആ പോയിന്റ് ആയിരിക്കും എന്ത്, നമ്മുടെ എച്ച് ഡാഷ്. അപ്പോൾ എച്ച് ഡാഷ് കിട്ടി. ഇനി അവിടെ എന്ത് ചെയ്യണം, വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. സോ എച്ച് ഡാഷിൽ ഞാൻ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. സോ എച്ച് ഡാഷിൽ ഞാനൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. സോ ആ വെർട്ടിക്കൽ ലൈനിലോട്ട് എ ബിയെ മീറ്റ് ചെയ്യുക. നോക്കി നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഓൾറെഡി ആ വെർട്ടിക്കൽ ലൈനയിൽ ഇത് എ ബി മീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വെർട്ടിക്കൽ ലൈനയിൽ എ ബി മീറ്റ് ചെയ്ത പോയിൻ്റാണിത്. സോ ആ പോയിൻ്റാണ് എന്ത്, നമ്മുടെ എച്ച് ടി, ഹൊറിസോണ്ടൽ ട്രേസ് എച്ച് ടി എന്ന് പറയുന്നത്. സോ ദിസ് പോയിന്റ് ഈസ് എച്ച് ടി, ഹൊറിസോണ്ടൽ ട്രേസ് എച്ച് ടി. നൗ വി ടി കിട്ടാനുള്ള സ്റ്റെപ്പ് എന്താണ്, വെർട്ടിക്കൽ ട്രേസ് കിട്ടാനുള്ളത്.
സോ വി ടി കിട്ടാനുള്ള സ്റ്റെപ്പ് എന്താണ്? വി ടി കിട്ടാനായിട്ട് എ ബിയെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു എക്സ് വൈ ലൈൻ വരെ സ്മോൾ ലെറ്റർ വി എന്ന് പേര് കൊടുക്കുന്നു. അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. അതിലോട്ട് എ ഡാഷ് ബി ഡാഷ് ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതാണ് എന്ത്? വി ടി കിട്ടാനുള്ള സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ നോക്കി എ ബി ഓൾറെഡി നോക്കി എ ബി ഓൾറെഡി എക്സ് വൈ ലൈനെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് സ്മോൾ ലെറ്റർ വി. ഇതാണ് സ്മോൾ ലെറ്റർ വി. ഇത് എച്ച് ഡാഷ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. സോ എ ബിയിൽ ഞാൻ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. സോ എ ബിയിൽ വെർട്ടിക്കൽ ലൈൻ വരച്ചു. ആ വെർട്ടിക്കൽ ലൈനിലോട്ട് എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. സോ എ ഡാഷ് ബി ഡാഷ് നോക്കി ഓൾറെഡി വന്ന് മീറ്റ് ചെയ്തിട്ടുണ്ട്. എ ഡാഷ് ബി ഡാഷ് ഓൾറെഡി ആ ലൈനിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് വെർട്ടിക്കൽ ട്രേസ്. നമ്മുടെ ട്രേസ് കംപ്ലീറ്റഡ് ആയി. ഇനി എന്ത് ചെയ്യണം? ഡയമെൻഷൻ ചെയ്യണം. ഡയമെൻഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏത് സൈഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് സ്പേസ് അനുസരിച്ചിട്ട് ഡയമെൻഷൻ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഞാനിവിടെ ഡയമെൻഷൻ ചെയ്യാനായിട്ട് ഈ സൈഡ് യൂസ് ചെയ്യുന്നു. നമുക്ക് 70 ഉണ്ട്, 15 ഉണ്ട്. സോ ഇവിടെ ഞാൻ മാർക്ക് ചെയ്യാണ് ചെറിയ ഡിസ്റ്റൻസ്. ദിസ് ഈസ് 15 mm. ദെൻ ഇവിടെ നമ്മുടെ എക്സ് വൈ ലൈനിൽ നിന്ന് എബോവ് 70 ഉണ്ട്. സോ ഇവിടെ 70 മാർക്ക് ചെയ്യുന്നു. ദിസ് ഈസ് 70. Then 30 and 60 ഉണ്ട് ഡയമെൻഷൻസ് അല്ലേ? നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. സോ എക്സ് വൈ ലൈൻ ദിസ് വാല്യൂ ഈസ് 30. ദെൻ നിങ്ങൾക്ക് 60. ഇപ്പോൾ 60 വേണമെങ്കിൽ ഈ സൈഡിൽ കൊടുക്കാം. ഇവിടെ വരയ്ക്കുക. ഈ ലോക്കസ് ലൈൻ എഴുതിയത് കട്ടായി പോകുമെന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് 60 ഇപ്പുറത്ത് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. സോ ഈ ലൈൻ വരയ്ക്കുന്നു. So this distance is 60. Okay. ഇനി നമുക്ക് എന്താ ഉള്ളത്? ഇനി നമുക്കിതിനകത്ത് എന്ത് ചെയ്യണം? വാല്യൂസുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഡേറ്റാസ് എടുത്തെഴുതണം. നമുക്ക് എഴുതേണ്ട ഡേറ്റാസുകൾ ഞാൻ താഴോട്ട് എഴുതുകയാണ്. നമുക്ക് വേണ്ടുന്ന ഡേറ്റാസ് ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് എന്തായിരുന്നു? ഈ ആംഗിൾസുകളാണ്. സോ തീറ്റ ഈക്വൽ ടു then phi equal to alpha equal to beta equal to then ലെങ്തുകൾ വേണം. സോ ലെങ്തുകൾ നമുക്ക് ട്രൂ ലെങ്ത് വേണം. സോ ട്രൂ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. പിന്നുള്ളത് ഫ്രണ്ട് വ്യൂവിൻ്റെയും ടോപ്പ് വ്യൂവിൻ്റെയും ലെങ്ത് ആണ്. ദാറ്റ് ഈസ് എ ഡാഷ് ബി ഡാഷ് ഈക്വൽ ടു ദെൻ എ ബി ഈക്വൽ ടു. ഇത്രയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഡേറ്റാസുകൾ. ഓക്കെ. സോ എനിക്ക് കിട്ടിയിരിക്കുന്നത് തീറ്റ ഇംഗ്ലേഷൻ വിത്ത് എച്ച് പി തീറ്റ 15 ആണെന്നും അവിടുത്തെ തന്നെ അപ്പാരൻ്റ് ഇംഗ്ലേഷൻ വിത്ത് എച്ച് പി അതായത് എ ഡാഷ് ബി ഡാഷ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ എന്ന് പറയുന്നത് 66. അതുപോലെ തന്നെ ഇംഗ്ലേഷൻ വിത്ത് വി പി 5 എന്ന് പറയുന്നത് കിട്ടിയിരിക്കുന്നത് 18 ഡിഗ്രിയാണ് 18. ദെൻ എ ബി മേക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റ അപ്പാരൻ്റ് ഇംഗ്ലേഷൻ വിത്ത് വി പി എന്ന് പറയുന്നത് 36 ഡിഗ്രിയാണ്. ട്രൂ ലെങ്ത് 150 ആ റേഞ്ചിലാണ്. ഞാൻ 152 ആണ് എനിക്ക് കിട്ടിയത്. 152. ദെൻ എ ബിയുടെ ലെങ്ത് ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് 143 ആൻഡ് ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് 77. സോ ഇതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഡേറ്റ. സോ ദിസ് ഈസ് ദി ഫൈൻഡ് ഔട്ട് ഡേറ്റ. ഓക്കെ, ഇതാണ് ഫൈൻഡ് ഔട്ട് ചെയ്ത ഡേറ്റ എന്ന് പറയുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്നോട് നോക്കാം. അപ്പോൾ പോയിന്റ്സ് കുറേ കൂടെ ഒന്ന് ഷിഫ്റ്റ് ആയല്ലേ. എയും ബിയും ഇവിടെ ബിക്ക് ചേഞ്ച് ഒന്നും വന്നില്ല. 70 mm 30 mm. ബി ഡാഷ് ബി അവിടെ തന്നെ നിന്നു. പക്ഷേ എ ഡാഷ് ബി ഡാഷ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. അപ്പം ക്രോസ് ആയിട്ട് ഫോം ചെയ്തെന്ന് മാത്രം. ഇനി നമ്മൾ അടുത്ത പ്രോബ്ലത്തിൽ ബിയെയും കൂടെ റൊട്ടേറ്റ് ചെയ്യും. ബി ഡാഷ് താഴെയും ബി മേളിലും ഒക്കെ ആയിട്ടുള്ള രീതി. അപ്പോൾ ഇത് സിമിലർ ടു തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിനൊക്കെ ആയിട്ട് സിമിലർ ആണ്. ആകെയുള്ളത് എക്സ് ഗിവൺ ആണോ, ഇതിനകത്ത് എക്സും കൂടെ മാർക്ക് ചെയ്യാം. X value distance between the projectiles is equal to 60. ഇനി
കമൻറ്റ് ഓൺ ദി പൊസിഷൻ. അപ്പോൾ ഞാൻ പ്രീവിയസ് 2 ക്വസ്റ്റ്യൻസിലും ഞാൻ പൊസിഷൻ കമൻറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതിനകത്ത് ഞാനത് പറയാം. അപ്പോൾ അതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ പൊസിഷൻ കമൻറ്റ് ചെയ്യുക. ലൈനിൻ്റെ പൊസിഷൻ കമൻറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് പോയിന്റ് എയും പോയിന്റ് ബിയും ഏത് ക്വാഡ്രൻറ്റിലാണെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ അറിയാം പോയിന്റ് എ എന്ന് പറയുന്നത് ഏത് ക്വാർട്ടറിലാണ്? 60 mm ബിലോ HP. ബിലോ HP എന്ന് തന്നെ പറയുമ്പോൾ നമുക്കറിയാം ഒന്നുകിൽ തേർഡ് ക്വാർട്ടറിൻ്റെ അല്ലെങ്കിൽ ഫോർത്ത് ക്വാർട്ടറിൻ്റെ ആവും. 15 mm ബിഹൈൻഡ് VP. അപ്പോൾ ബിഹൈൻഡ് VP ആണ് വെർട്ടിക്കൽ പ്ലെയിനിന് പുറകിലും ഹൊറിസോണ്ടൽ പ്ലെയിന് താഴെയായിട്ടുള്ള ക്വാർട്ടറിൻ്റെ എന്ന് പറഞ്ഞാൽ ഏതാണ്? തേർഡ് ക്വാർട്ടറിൻ്റെ ആണ്. സോ പോയിന്റ് എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ തേർഡ് ക്വാർട്ടറൻറ്റ്. പോയിന്റ് എ ഈസ് ഇൻ തേർഡ് ക്വാർട്ടറൻ്റ് ആണ്. പോയിന്റ് ബി നോക്കുക ഏത് ക്വാർട്ടറൻ്റ് ആണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. പോയിന്റ് ബി നോക്കി 70 mm എബോ HP. അപ്പോൾ 1 or 2 ആവാം, ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്വാർട്ടറൻ്റ് ആവാം. 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. ഫ്രണ്ട് ഓഫ് VP എന്ന് പറയുമ്പോൾ അതായിരിക്കും ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ വരുള്ളൂ. സോ പോയിന്റ് ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ഫസ്റ്റ് ക്വാർട്ടറൻ്റ് ആണ്. പോയിന്റ് എ എന്ന് പറയുന്നത് തേർഡ് ക്വാർട്ടറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ക്വാർട്ടറൻ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് കിട്ടും. നോക്കിയേ, ഒരു പോയിന്റ് തേർഡ് ക്വാർട്ടറൻറ്റിലും അടുത്ത പോയിന്റ് സെക്കൻഡ് ക്വാർട്ടറൻറ്റിലുമായിട്ടാണ് ലൈൻ നിൽക്കുന്നത്. അപ്പോൾ ക്വാർട്ടർ സിസ്റ്റം ജസ്റ്റ് ഞാൻ ചുമ്മാ വരയ്ക്കിയത് ആൻസർ ഒന്നും അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ക്വാർട്ടർ സിസ്റ്റം പെർപെൻഡിക്കുലർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ എവിടെ കിട്ടും. ഇത് നമ്മുടെ ഫസ്റ്റ് ക്വാർട്ടറൻറ്റ്, സെക്കൻഡ് ക്വാർട്ടറൻറ്റ്, തേർഡ് ക്വാർട്ടറൻറ്റ്, ഫോർത്ത് ക്വാർട്ടറൻറ്റ്, നമ്മുടെ എക്സ് വരെ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നോക്കിയേ, ഒരു പോയിന്റ് എ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി തേർഡ് ക്വാർട്ടറിൽ. അപ്പോൾ പോയിന്റ് എ ഇവിടെയാണ്. പോയിന്റ് ബിയോ, പോയിന്റ് ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടറിലാണ്. അപ്പോൾ ഇവിടെ തേർഡ് ക്വാർട്ടറിലായിരിക്കും പോയിന്റ് എ, പോയിന്റ് ബി ഫസ്റ്റ് ക്വാർട്ടറിൽ എവിടെയെങ്കിലും ആയിരിക്കും പോയിന്റ് ബി. അപ്പോൾ ഇങ്ങനെയാണ് ലൈൻ നിൽക്കുന്നതെന്ന്. ക്ലിയർ ആണോ പറഞ്ഞത്? പോയിന്റ് എ തേർഡ് ക്വാർട്ടറിലും പോയിന്റ് ബി ഫസ്റ്റ് ക്വാർട്ടർ. ഇത് ഫസ്റ്റ് ക്വാർട്ടറൻറ്റ്, ഇത് സെക്കൻഡ് ക്വാർട്ടറൻറ്റ്, ഇത് തേർഡ് ക്വാർട്ടറൻറ്റ്, ഇത് ഫോർത്ത് ക്വാർട്ടറൻറ്റ്. ക്വാർട്ടർ സിസ്റ്റം നമ്മൾ പഠിച്ചാണ് ആദ്യമേ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ പോയിന്റ് ലൈൻ എ ബി എന്ന് പറയുന്നത് നിൽക്കുന്നത് എന്താണ്? ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാർട്ടറിലാണ് നമ്മുടെ ലൈൻ എ ബിയുടെ പൊസിഷൻ. ഞാൻ ജസ്റ്റ് വരച്ചൊന്ന് കാണിച്ചതേ ഉള്ളൂ എങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും പൊസിഷൻ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. പോയിന്റ് എ ഏത് ക്വാർട്ടറിലാണെന്ന് നോക്കുക, പോയിന്റ് ബി ഏത് ക്വാർട്ടറിലാണെന്ന് കണ്ടുപിടിക്കുക. ഇനി രണ്ടും ഒരു ക്വാർട്ടറിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പോയിന്റ് എ ഈസ് ഇൻ. ഇപ്പോൾ സപ്പോസ് പറയാം രണ്ടും ഒരു ക്വാർട്ടറിൻ്റെ ആണെങ്കിൽ, ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്, രണ്ട് ഫസ്റ്റ് ക്വാർട്ടറിലാണെന്ന് കിട്ടിയത്. പോയിന്റ് എയും പോയിന്റ് ബിയും ഫസ്റ്റ് ക്വാർട്ടറിലാണെങ്കിൽ നമ്മൾ പറയും ദ പോയിന്റ് എ ഈസ് ഇൻ ഫസ്റ്റ് ക്വാർട്ടറൻറ്റ്, പോയിന്റ് ബി ഈസ് ഓൾസോ ഇൻ ഫസ്റ്റ് ക്വാർട്ടറൻറ്റ്, സോ ലൈൻ എ ബി ഈസ് ഇൻ ഫസ്റ്റ് ക്വാർട്ടറൻറ്റ്. പൊസിഷൻ നമ്മൾ കമൻറ്റ് ചെയ്യും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? പോയിന്റ് എ ഈസ് ഇൻ തേർഡ് ക്വാർട്ടറൻറ്റ്, പോയിന്റ് ബി ഈസ് ഇൻ ഫസ്റ്റ് ക്വാർട്ടറൻറ്റ്, സോ ലൈൻ എ ബി ഈസ് ഇൻ ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാർട്ടറൻറ്റ്, അല്ലെങ്കിൽ ലൈൻ ലൈൻസ് ഇൻ ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാർട്ടറൻറ്റ്. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ലൈൻ എ ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാർട്ടറൻറ്റിലായിട്ട് കിടക്കുകയാണെന്ന് അർത്ഥം. ഒരേ ക്വാർട്ടറിനെ നമ്മൾ പറയും ഒറ്റ ക്വാർട്ടറിലാണ്. പോയിന്റ് എ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടറിലാണ്, സെക്കൻഡ് ക്വാർട്ടറിൽ. രണ്ട് പോയിന്റ് രണ്ട് ക്വാർട്ടറിലാണെങ്കിൽ ആ ക്വാർട്ടറിൻ്റെ സ്പെസിഫൈ ചെയ്തത് പോയിന്റ് എ ഈസ് ഇൻ തേർഡ് ക്വാർട്ടറൻറ്റ് ആൻഡ് പോയിന്റ് ബി ഈസ് ഇൻ ഫസ്റ്റ് ക്വാർട്ടറൻറ്റ്, സോ ലൈൻ എ ബി ഈസ് ഇൻ ഫസ്റ്റ് ആൻഡ് തേർഡ്, അല്ലെങ്കിൽ ലൈൻ എ ബി ലൈൻസ് ഇൻ ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാർട്ടറൻറ്റ് ആയിട്ട് കിടക്കുകയാണെന്ന് അർത്ഥം. അങ്ങനെയാണ് പൊസിഷൻ കമ്പനി. പൊസിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ താഴെ എഴുതി വെക്കും. താഴെ ഒരു ബോക്സിൽ എഴുതും പോയിന്റ് എ ഈസ് ഇൻ തേർഡ് ക്വാർട്ടറൻറ്റ്, പോയിന്റ് ബി ഈസ് ഇൻ ഫസ്റ്റ് ക്വാർട്ടറൻറ്റ്, സോ ലൈൻ എ ബി ലൈസ് ഇൻ ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാർട്ടറിലായിട്ട് കിടക്കണം. അപ്പോൾ ഇതേപോലെ തൊട്ട് മുമ്പ് ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻസിൻ്റെയും പോയിന്റ് നോക്കുക, ഏത് ക്വാർട്ടറിലാണെന്ന് നോക്കുക. ഒരേ ക്വാർട്ടറിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എ ആൻഡ് ബി ഈസ് ഇൻ സെയിം ക്വാർട്ടറൻറ്റ്, സോ ലൈൻ എ ബി ലൈസ് ഇൻ ഫസ്റ്റ് ഓർ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ക്വാർട്ടറിന്. രണ്ട് ക്വാർട്ടറിനാണെങ്കിൽ നമ്മൾ പറയും പോയിന്റ് എ ഈസ് ഇൻ ഫസ്റ്റ് ക്വാർട്ടറൻറ്റ്, പോയിന്റ് ബി ഈസ് ഇൻ സെക്കൻഡ് ക്വാർട്ടറൻറ്റ്, സോ ലൈൻ എ ബി ഈസ് ഇൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാർട്ടറൻറ്റ്. ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ എന്താണ്? പോയിന്റ് എ ഈസ് ഇൻ തേർഡ് ക്വാർട്ടറൻറ്റ്, പോയിന്റ് ബി ഈസ് ഇൻ ഫസ്റ്റ് ക്വാർട്ടറൻറ്റ്, സോ ലൈൻ എ ബി ലൈസ് ഇൻ ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാർട്ടർ, അല്ലെങ്കിൽ തേർഡ് ആൻഡ് ഫസ്റ്റ് ക്വാർട്ടറൻറ്റ് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയും. ക്ലിയർ ആണോ? അങ്ങനെയാണ് പൊസിഷൻ. നമ്മൾ പൊസിഷനെ പറ്റി കമ്പനി ഇങ്ങനെ വരച്ചൊന്നും കാണിക്കാൻ നമ്മുടെ ആൻസറിനകത്ത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാനൊന്ന് കാണിച്ചതേ ഉള്ളൂ. പോയിന്റ് ബി നമുക്ക് 70 mm എബോ 30 mm ഇൻ ഫ്രണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ കിട്ടി. അപ്പോൾ അവിടെ എവിടെയാണെന്ന് നോക്കണ്ട, ഫസ്റ്റ് ക്വാർട്ടറിലാണ്. ക്വാർട്ടറിൻ്റെ പറഞ്ഞാൽ മതി. പോയിന്റ് എയോ 15 mm ബിഹൈൻഡ് VP ആൻഡ് 60 mm ബിലോ HP ബിഹൈൻഡ് VP തേർഡ് ക്വാർട്ടറൻറ്റ്. സോറി, പോയിന്റ് എ ഈസ് ഇൻ തേർഡ് ക്വാർട്ടർ. അപ്പോൾ അങ്ങനെയാണ് പൊസിഷൻ കമൻറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഇപ്പോൾ തൊട്ട് മുമ്പുള്ള രണ്ട് ക്വസ്റ്റ്യൻസും ആ പൊസിഷൻ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.